എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് 2 സ്മൂത്തി റെസിപ്പീസ് ആയിട്ടാണ്. വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല കിഡിലൻ സ്മൂത്തീസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന കേർഡ് സ്മൂത്തിയാണ്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബനാനയും കേർഡും വെച്ചിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കാം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് പഴവും തൈരും പിന്നെ പഞ്ചസാരയാണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്മൂത്തി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഞാലിപ്പൂവൻ പഴമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റോബസ്റ്റ് പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവും. അപ്പോൾ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത തൈരായിരിക്കണം, എന്നാലാണ് നമ്മുടെ സ്മൂത്തി കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഞാൻ ഈ തൈര് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്മൂത്തി നല്ല തിക്കായിട്ട് വരും. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പഴം കുറച്ച് സമയം ഒരു 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം നമ്മൾ ജ്യൂസായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നമ്മുടെ ഈ സ്മൂത്തിയിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് അടിച്ചെടുത്ത ഉടനെ തന്നെ കുടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്തിട്ടില്ല ഇത് അടിക്കുമ്പോഴെങ്കിൽ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കൂളായിരിക്കും. അപ്പോൾ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. ഇനി നമുക്ക് അടുത്ത സ്മൂത്തി, അതായത് വാട്ടർമെലൺ സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതും വളരെ സിമ്പിളാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് തണ്ണിമത്തനാണ്. ഞാനിവിടെ ഒരു കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഈ തണ്ണിമത്തൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഒരു 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേനാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര മധുരം നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തണ്ണിമത്തൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തണ്ണിമത്തൻ അടിച്ചെടുക്കാൻ ആവശ്യമുള്ള പാൽ, അപ്പം ഞാൻ 1 കപ്പ് പാലിവിടെ എടുത്തിട്ടുണ്ട്. ഈ പാലൊഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണിത്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ സ്മൂത്തിക്ക് വേണ്ട തണ്ണിമത്തൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല തണുപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്മൂത്തി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.